എന്നോട് വന്ന് ചോദിച്ചാൽ നിന്റെ ഗർഭം എന്തായി, നീ ആണാണോ പെണ്ണാണോ, ഇത് ചോദിക്കുന്ന ആളെ മുഖം എങ്ങനെയാണ്? നിന്റെ ഗർഭം എന്തായി, നീ പോവാണോ ജാസി? നോക്കി വന്നത് ഈ ഒരു പ്രശ്നത്തിന് വേണ്ടിട്ട് തന്നെയാണ്. അത് വന്നു കഴിഞ്ഞാൽ നമ്മളെ പോലത്തെ കമ്മ്യൂണിറ്റികൾക്ക് ഉണ്ടാവുന്ന ആഘാതം എത്രത്തോളം ഉണ്ടാവുന്ന മനസ്സിലാക്കിയിട്ട് വന്ന വ്യക്തിയാണ്. അപ്പോൾ അതിൽ ചില കമ്മ്യൂണിറ്റികൾ നമ്മളോടുള്ള പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടൊക്കെ സംസാരിക്കുന്നത്. ഇത് ഭയങ്കര ഹേർട്ടായി എനിക്ക് പേഴ്സണലി. നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പാർലമെന്റിൽ ഇന്ത്യ ഗവൺമെന്റ് പുതിയൊരു നിയമം കൊണ്ടുവരുന്നതായിട്ട് ബില്ല് പാസ്സാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ട്രാൻസ് കമ്മ്യൂണിറ്റി ഒരു പ്രക്ഷോഭം നടത്തിയില്ലയോ? ആ പ്രക്ഷോഭത്തിലേക്ക് ആരും ആനയിക്കാതെ തന്നെ സ്വമേധയാ കുറ്റിപ്പുറത്തുന്ന ഒരു കാക്ക പോയി. ആ കാക്കയെ ആക്ഷേപിച്ച് അധിക്ഷേപിച്ച് അല്ലെങ്കിൽ ഇവിടെ നിൽക്കേണ്ടെന്നും പറഞ്ഞ് അവർ തിരിച്ചയച്ച വീഡിയോ ആണ് നിങ്ങൾ ആദ്യം കണ്ടത്. അപ്പം എങ്ങനെ ഇരിക്കുന്നത്? ഒന്നാമതേ പണ്ട് മുതലേ ഈ കാക്കയെ അതിലാർക്കും ഇഷ്ടമല്ല, അവരാരും അംഗീകരിക്കുന്നില്ല. അതിൽ പോപ്പുലറായിട്ട് ഇരിക്കുന്ന പലരും അവരുടെ പല ഇൻ്റർവ്യൂവിലും പറയുന്നുണ്ട്, ഈ പറയുന്ന വ്യക്തി ഞങ്ങളിൽ പെട്ട ആളല്ല, അദ്ദേഹത്തിൻ്റെ മോട്ടീവ് വേറെയാണ്, അയാളുടെ കാഴ്ചപ്പാടുകൾ വേറെയാണ്, വേറെ പല ആവശ്യങ്ങൾക്കും വേണ്ടിയാണ് ഇങ്ങനെ ഡ്രാമ കളിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പായി നമ്മൾ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്കും ഷെയറും ഹൈപ്പും ഒക്കെ നൽകുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു വ്യക്തി പോലും ഈ പറയുന്ന ആളെ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇവർ കാണിച്ച ഈ സർജറി നാടകവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, വലിയ തരത്തിലുള്ള വിമർശനങ്ങളാണ് അവരുടെ കമ്മ്യൂണിറ്റി എന്ന് അവർ പറയുന്നത്. യാഥാർത്ഥ്യത്തിൽ ഈ ട്രാൻസ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആരും ഈ പറയുന്ന വ്യക്തി അവരിൽപ്പെട്ട ആളാണ് എന്ന് പറയുന്നില്ല. എന്നാൽ ഈ വ്യക്തി സ്വയം പറയുകയാണ്, ഞാൻ അതിൽപ്പെട്ട ആളാണ്, എന്നോടുള്ള ജലസി കൊണ്ടാണ് ആരും എന്നെ അംഗീകരിക്കാത്തത്, അല്ലെങ്കിൽ ഞാൻ ഇത്ര പോപ്പുലറായിട്ട് ഇരിക്കുന്നത് കൊണ്ടുള്ള കുശുമ്പ് കൊണ്ടാണ് ഇവർക്കൊക്കെ പ്രശ്നം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ ഒന്ന് രണ്ട് വീഡിയോയുടെ കാണാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. എനിക്കറിയില്ല, ലൈക്ക് നമുക്ക് എന്തെങ്കിലും ഈഗോ ഹൈറ്റായതായിരിക്കും നമ്മൾ വന്നപ്പോൾ അവർക്ക് മീൻസ് കുറച്ചുകൂടെ മാധ്യമ ആൾക്കാരും മീഡിയാസൊക്കെ നമ്മളെയല്ലേ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടുള്ള ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം ഒരു പക്ഷേ പേഴ്സണലി ഞങ്ങളൊന്നും തമ്മിലൊരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ്. ചിലപ്പോൾ ഇങ്ങനെ ചില ആൾക്കാർ, ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, അവിടെ നടന്നു കഴിഞ്ഞിട്ട് ശേഷം നമ്മോട് വന്നിട്ട് ഇതിങ്ങനെയല്ല അങ്ങനെ പറഞ്ഞ കുറേ നല്ല ആൾക്കാരുണ്ട്. അതല്ലാണ്ട് വെറുതെ നമ്മളൊക്കെ ചൊറിയുന്ന ആൾക്കാരും ഉണ്ട് അവിടെ. എന്നോട് വന്ന് ചോദിച്ചാൽ നിന്റെ ഗർഭം എന്തായി, നീ ആണാണോ പെണ്ണാണോ, ഇത് ചോദിക്കുന്ന ആളെ മുഖം എങ്ങനെയാണ്? നിന്റെ ഗർഭം എന്തായി, നീ ആണാണോ പെണ്ണാണോ? അപ്പൊ ഞാൻ പറഞ്ഞു ലക്ഷ്മി കേട്ടോണ്ടിരിക്കുക, ഞാൻ പറഞ്ഞു നീ അത് മാറ്റിയിട്ട് സംസാരിക്കുക. സ്വന്തം മുഖം പബ്ലിക്കിൽ കാണിക്കാണ്ടാണ് ഞാൻ എന്തൊക്കെയായാലും എന്റെ ഐഡന്റിറ്റിയും എന്റെ ഫേസും കാണിച്ചിട്ടാണ് ഞാൻ ഒരു ട്രാൻസ്വുമണാന്ന് പറഞ്ഞിട്ട് ഇവിടെ നടക്കുന്നത്. അപ്പൊ സ്വന്തം മുഖം മറച്ചു വെച്ചിട്ട് ഞാൻ നിന്റെ ഗർഭം എന്തായി, നിന്റെ ഭർത്താവ് ഇതെവിടെ, അല്ലെങ്കിൽ നീ ആണാണോ പെണ്ണാണോ ചോദിക്കുന്ന ആളുടെ മുഖം കാണുന്നില്ല. അതാണ് ഏറ്റവും വലിയ സംഭവം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കുറ്റിയും പറിച്ച് ഈ പറയുന്ന തൽപര കക്ഷി കാക്ക നേരെ ഒരു ഫർദയൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ട് നേരെ വെച്ച് പിടിച്ച് ഈ സമരം നടക്കുന്നിടത്ത് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ പറയുന്ന കൂട്ടുകാരും എന്തോടുത്ത് അങ്ങോട്ട് ഇവരെ കയറ്റിയില്ല. അതുമാത്രമല്ല ഇവരെ ആക്ഷേപിക്കുകയും ചെയ്തു. എങ്ങനെ ആക്ഷേപിച്ച്? കല്യാണം കഴിഞ്ഞ കല്യാണ നാടകം ഉണ്ടല്ലോ, അത്, പിന്നെ ഗർഭനാടകം, പിന്നെ അത് കഴിഞ്ഞ് സർജറി നാടകം, ഇതൊക്കെ കാണിച്ചിട്ട് ഇപ്പം നീ എന്തായി എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ തന്നെയാണ് കേട്ടോ ഇതൊക്കെ ചോദിക്കുന്നത്. പുള്ളിയെ ഈ പറയുന്ന കുറ്റിപ്പുറം കാക്കയെ അവർ കൂട്ടുന്നേ ഇല്ല, അവരെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണെന്ന് അവർ പറയുന്നില്ല. പക്ഷേ ഈ കാക്ക സ്വയം പറയുകയാണ് ഞാൻ ഇന്ന ആളാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ പുട്ടിന് പീര ഇടുന്നത് പോലെ ഇവർ പറയുന്നുണ്ട് ട്രാൻസ് വുമണാണ്. എങ്ങനെ വുമണാകും? അതിന് അത്തരത്തിലൊരു സർജറി ചെയ്തതായിട്ട് ഇവിടെ ആർക്കും ഒരു അറിവില്ലല്ലോ. അങ്ങനെ നിങ്ങളിപ്പോഴും കുറ്റിപ്പുറം കാക്കായിട്ടേ കാണുന്നുള്ളൂ. ഞങ്ങൾ ഉൾപ്പെടെയുള്ള ട്രാൻസ് കമ്മ്യൂണിറ്റി ഉൾപ്പെടെയുള്ളവർ നിങ്ങളെ അങ്ങനെ കാണുന്നുള്ളൂ. അപ്പം നിങ്ങൾ ഈ കണ്ട നാടകവും കാര്യങ്ങളൊക്കെ കളിച്ചിട്ട് പിന്നെ ഞാൻ അതിൽ ഫേമസ് ആയി നിൽക്കുന്നതുകൊണ്ടാണ്, എനിക്ക് മീഡിയ അറ്റൻഷൻ കൂടുതൽ കിട്ടുന്നുണ്ട്, അവർക്ക് എന്നോടുള്ള കുശുമ്പാണ് അല്ലെ ജലസിയാണ്, അതുകൊണ്ടാണ് എന്നെ പുറത്താക്കിയതെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നുമല്ല. നിങ്ങൾ ഈ കാണിക്കുന്ന പേക്കൂത്തുകളൊക്കെ അവരോട് ഇഷ്ടമുള്ളവരെ കൂടി വെറുപ്പിക്കുന്ന തരത്തിലാണ്. അതുകൊണ്ടാണ് അവർ നിങ്ങളെ എന്തെടുത്തത് ആട്ടിപ്പായിച്ചത്. എന്തായാലും ഇവിടുന്ന് വണ്ടിക്കൂലി ചിലവാക്കി അവിടെ വരെ പോയത് മിച്ചം. ഒന്ന് രണ്ട് വീഡിയോയും കൂടെ ഉണ്ട്, അതുകൂടെ നമുക്കൊന്ന് കാണാം. അറിയാലോ, ട്രാൻസ്പോർട്ടേഷൻ ആക്ട് കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ അത് ആ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ, ബില്ല് പാസ്സായി കഴിഞ്ഞാൽ ട്രാൻസ് ആയാൽ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇനി ഭാവി വരുന്ന ട്രാൻസിനും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നമ്മൾ ഇത്ര കാലം നേടിയെടുത്ത വിസിബിലിറ്റി, നമ്മൾ നേടിയെടുത്ത അവകാശങ്ങളൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് ആ ഒരു
ബില്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് തരത്തിലുള്ള ഇത് നമ്മുടെ ഭാഗത്ത് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം. കാരണം നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടും ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, ഇന്ന് ഇപ്പോൾ ഈ നോമ്പ് നോക്കി നമ്മൾ ഇത്രയും ദൂരം വന്ന് ഈ ഒരു വെയിലത്ത് നിന്ന് ഇതിനു വേണ്ടി ശബ്ദം ഉയർത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ഒരു പ്രോബ്ലം നമ്മളിലേക്ക് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു ട്രാൻസ് ആയിട്ടുള്ള വ്യക്തികളിലേക്ക് ഉണ്ടാക്കും, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാക്കും എന്നുള്ളൊരു ഇത് ജനങ്ങളിലേക്ക് കൂടെ എത്തിക്കണം നമുക്ക്. കാരണം അത്രയും ബുദ്ധിമുട്ടാവും പിന്നെ നമ്മുടെ ഓരോരുത്തർക്കും അത്. ഈ കേട്ട ഡയലോഗ് ഉണ്ടോ? ഇത് അകത്തോട്ട് സമരം നടക്കുന്നതിന് മുമ്പായിട്ട് കയറാൻ പോയപ്പോൾ ഉള്ള ഡയലോഗാണ്. ഈ ഡയലോഗൊക്കെ അടിച്ചിട്ട് അകത്ത് ചെന്നപ്പോഴാണ് എന്തോ കിട്ടിയത്, അവിടെ നിന്ന് ചെകിട്ട തടി കിട്ടിയത്. പിന്നെ ഭിത്തിയിലെറിഞ്ഞ റബ്ബർ ബന്ധു പോലെ തിരിച്ചൊരൊറ്റ പോക്ക. എന്നിട്ട് എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അത് അവർക്ക് എന്നോട് കുശുമ്പ, എന്നോട് അവർക്ക് അസൂയ, അതുകൊണ്ട് എന്നെ പുറത്താക്കി. അതൊന്നും അല്ലെന്ന് കാര്യം. നിങ്ങളെ അവരുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളായിട്ട് കാണുന്നില്ല. അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ നിങ്ങളുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി അവരുടെ ഐഡന്റിറ്റി എടുത്ത് ചാർത്തിയ ഒരു വ്യക്തിയാണ്. അതുമാത്രമല്ല അവർക്ക് അപമാനമാണ് നിങ്ങളെന്നാണ് അവർ പലരും പറയുന്നത്. പിന്നെ ചിലരൊക്കെ കാണും, മീഡിയയ്ക്ക് മുമ്പ് വെച്ച് കാണുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നതും എടുക്കുന്നതും ഒക്കെ. നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞപ്പോൾ ഉണ്ട് ഒരു ഗ്രൂപ്പിനകത്ത് എല്ലാവരും ഇവരെ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ളത്. അപ്പോൾ കാര്യം എന്താണ്, ഈ പുള്ളി ഈ ട്രാൻസ് ആണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരും പൊതുജനങ്ങളും ഒന്നും അംഗീകരിക്കുന്നില്ല. ഈ കള്ളത്തരങ്ങളൊന്നും ഇനി വില പോകുമെന്ന് നമുക്ക് വിചാരിക്കേണ്ട എൻ്റെ കാക്ക. എല്ലാവരും ട്രാൻസ് ഐഡന്റിറ്റി റദ്ദാക്കും. അവർ പറയുന്നത് പിന്നീട് ട്രാൻസ് ഐഡന്റിറ്റി തന്നെ ഉണ്ടാവില്ല, സ്ത്രീ പുരുഷൻ എന്നുള്ള ലേബിലേക്ക് ചുരുങ്ങും. അത് മനസ്സിലായോ? ട്രാൻസ് ഐഡന്റിറ്റി ഉണ്ടാവില്ല, ട്രാൻസ് ആൾക്കാർ ഉണ്ടാവത്തില്ല, അങ്ങനെയൊക്കെയുള്ള തലത്തിലേക്ക് പോകും പിന്നീട് അത്. അപ്പോൾ അതിന് നമ്മുടെ ഭാഗത്ത് നിന്ന് ശബ്ദം ഉയർത്തുക, നമ്മുടെ ഭാഗത്ത് നിന്ന് അതിന് പ്രൊട്ടക്ഷൻ ഇത് കൊടുക്കുക, സമയം ഇതാക്കുക, വിജയിപ്പിക്കുക എന്നുള്ള നിയമം. ഇതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദൂരത്ത് നിന്ന് എറണാകുളത്ത് നിന്ന് ഇവിടേക്ക് എത്തിയത് തന്നെ. BJP-യിലേക്ക് ഒരുപാട് പേര് ട്രാൻസ് പീപ്പിളിനെ അക്സെപ്റ്റ് ചെയ്തല്ലോ, ഒരുപാട് പേര്. ഞാനും വിചാരിച്ചത് എന്താണ്, ഒരു പാർട്ടി പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മുന്നിട്ട് വരാത്തതെന്നുള്ള ഞാൻ വിചാരിക്കുന്നുണ്ട്. LDF ഉള്ള സമയത്ത് നമുക്ക് ഒരുപാട് ട്രാൻസിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടുന്ന് ഒരു സഹായം നമ്മൾക്ക് നേരിട്ടിട്ടുണ്ടോ എന്നുള്ളത് ക്വസ്റ്റ്യൻ ചിഹ്നമാണ്. ആ കമ്മ്യൂണിറ്റിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഗവൺമെന്റും അവരെല്ലാം കൂടെ ചേർന്ന് ആലോചിച്ച് അവരതിനുള്ള തീരുമാനങ്ങൾ എടുത്തോളും. അപ്പോൾ ഗവൺമെന്റ് അവരെ അങ്ങ് കൈവിടുമെന്നൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. കാര്യം അവർ ഈ നാട്ടിൽ ജനിച്ച മനുഷ്യരാണ്, അവർ ഇങ്ങനെ ആയിപ്പോയി. അതെന്തോ ആവട്ടെ, അത് നമ്മുടെ വിഷയമല്ല. പക്ഷേ അവരുടെ ഐഡന്റിറ്റി എടുത്ത് ചാർത്തിക്കൊണ്ട് ഇമാതിരി കോപ്രായം കാണിച്ച് നിങ്ങൾക്ക് ലാഭേച്ഛയ്ക്ക് വേണ്ടി ഇങ്ങനെ നടക്കുന്ന നിങ്ങളെ അവർ പോലും അംഗീകരിക്കുന്നില്ല. അപ്പോൾ നിങ്ങളെന്തിനാണ് അവരുടെ കാര്യത്തിൽ ഈ കിടന്ന് പിന്നെ ആവലാതി കൊള്ളുന്നത്? വേറൊരു കാര്യം പറയാം, ഈ കാണിക്കുന്ന ഫർദ ഇട്ടുകൊണ്ട് കിടന്നാലും ജീൻസും ടോപ്പ് ഇട്ടുകൊണ്ട് കിടന്നാലും ചുരിദാർ ഇട്ട് വന്നാലും സാരി എടുത്തുകൊണ്ട് വന്നാലും നിങ്ങളെ കുറ്റിപ്പുറം കാക്കായിട്ടല്ലാതെ മറ്റാരുമായിട്ട് ആരും കാണുന്നില്ല. അപ്പോൾ അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു കൂട്ടം ആൾക്കാരെ അപമാനിക്കുന്നതിന് തുല്യമാണ് നിങ്ങൾ ഈ കാണിക്കുന്ന പേക്കൂത്തുകൾ. നിങ്ങളുടെ ലാഭേച്ഛയ്ക്കും ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തിത്തിളങ്ങി നിൽക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുള്ളത് നിങ്ങളിൽപ്പെട്ട പലർക്കും അത് അറിയാം. അതുകൊണ്ടാണ് നിങ്ങളെ അവരാരും അടുപ്പിക്കാത്തത്. പിന്നെ നല്ലൊരു കാര്യത്തിൽ നല്ലൊരു അഭിപ്രായം കൂടെ ചോദിച്ചപ്പോൾ ഉണ്ട് ഒരു യൂട്യൂബർ. അപ്പോൾ ആ ഒരു വീഡിയോയുടെ കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. സ്ത്രീകൾക്ക് വളരെ സുരക്ഷിതമായിട്ട് നടക്കാം, പോവാം, വരാം, നല്ല കാര്യം. ഗണേഷ് കുമാർ സാറല്ല അത് കൊണ്ടുവരുന്നത്, ഭയങ്കര ഒരു നല്ല കാര്യം. പക്ഷെ എനിക്ക് വിഷമമായത് സാറിന്റെ വൈഫ് വന്നിട്ട് സാറിനെ പറ്റി വളരെ മോശമായിട്ട് സാറിന്റെ അവിഹിതം പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിഹിതം വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്റെ ഭർത്താവ് പോയി കഴിഞ്ഞാൽ നമ്മൾ കയറി പണിയും, അത് വേറെ കാര്യം. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത്? അവിഹിതം തെറ്റല്ല എന്നുള്ള ഉപദേശം കേട്ടല്ലോ. അപ്പം വേറൊരു കാര്യമുണ്ട്, ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാന്ന് പറയുന്നത് പോലെ അവരവിഹിതം ചെയ്തോട്ടെ. പക്ഷെ എൻ്റെ ആളെങ്ങാണം അവനെങ്ങാണം പോയാലുണ്ടല്ലോ, അവനെ ചവിട്ടി കൂട്ടി എച്ചിലാക്കും. അല്ലേലേ ആ ചെറുക്കനെ ചവിട്ടി കൂട്ടി ഒരു പരുവാക്കി ഇട്ടേക്കുക. എൻ്റെ കുറ്റിപ്പുറം കാക്ക, നിങ്ങളിൽ നിന്നും ഇതിൽ വലിയതായിട്ട് നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അവിഹിതം തെറ്റാണ് എന്ന് നിങ്ങൾ പറഞ്ഞാലേ ഉള്ളൂ അത്ഭുതപ്പെടാനുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ജീവിതം ആ വഴിക്ക് നടക്കട്ടെ, നമ്മൾ ഈ വഴിക്ക് നടക്കട്ടെ. പിന്നെ ട്രാൻസ് നിങ്ങളെ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളത് കേരളത്തിലെ 100% ആൾക്കാർക്കും അറിയാം. ട്രാൻസ് കമ്മ്യൂണിറ്റിപ്പെട്ടവർ പോലും തുറന്നു പറയുന്ന കാര്യമാണ്. നിങ്ങളുടെ ലാഭേച്ഛയ്ക്ക് വേണ്ടി മാത്രം സോഷ്യൽ മീഡിയയിൽ നിൽക്കാൻ വേണ്ടി മാത്രം എടുത്തണിഞ്ഞിരിക്കുന്ന ഒരു പടച്ചട്ടയാണ് എന്നുള്ളതാണ് ഇത്. കേരളത്തിൽ ലക്ഷം വരുന്ന ട്രാൻസ് കാണും. അതിൽ എത്ര പേര് ഇങ്ങനെ അറിയുന്നു? നിങ്ങൾ ഇച്ചിരി അറിയപ്പെടുന്ന ആളാകാൻ വേണ്ടി അല്ലെങ്കിൽ ആ സോഷ്യൽ മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഓരോ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അത് അവർക്ക് കൂടി എന്താണ് പേരുദോഷമായി ഭവിക്കുന്നു. അതാണ് നിങ്ങളെ അവർ എതിർക്കാനുള്ള കാര്യം. അപ്പോൾ ഇനിയെങ്കിലും അതൊക്കെ മനസ്സിലാക്കി നന്നാവാൻ ശ്രമിക്കൂ എന്നൊരു ഉപദേശം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇന്നത്തേക്കുള്ള ടോപ്പിക്ക് എന്ന കുറ്റിപ്പുറം കാക്കായ്ക്കൊരായിരം നന്ദി പറയുന്നു. അപ്പോൾ വേറൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നവരും പരിഗണിക്കുക. കൂടാതെ പഴയ വീഡിയോസൊക്കെ ചാനൽ കിടപ്പുണ്ട്, സമയം കിട്ടുമ്പോൾ ഒന്ന് കയറി കണ്ടു നോക്കുക. താങ്ക്